friends, welcome back to Zach's Varieties. എല്ലാരും സമൂസയില് മസാല ഇടും, പക്ഷെ ഇത് ഞങ്ങള് ഇപ്രാവശ്യം സമൂസ ഇങ്ങനെ നിറച്ചിട്ടില്ലല്ലേ. ഇത് ഞങ്ങള് വേറൊരു മോഡലില് സമൂസ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഞങ്ങളുടെ സമൂസ. ഒരു വെറൈറ്റി സമൂസ അല്ലേ. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ ഒരു കപ്പ് മൈദ ഒരു ബൗളിൽ ഇടുക, ആവശ്യത്തിന് ഉപ്പ് ഇടുക. നമ്മുടെ പൊറാട്ടക്ക് കുഴക്കുന്ന അതേ രൂപത്തിൽ ഒന്ന് കുഴച്ചിട്ട് 1 മണിക്കൂർ അതവിടെ അടച്ചു വെക്കുക. വെള്ളം നമ്മളെ പാകത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കണം. അധികം ലൂസായി കുഴച്ചു പോകരുത്. ഇപ്പൊ സംഭവമായിട്ടുണ്ട്. ഞാൻ ഇത് അടച്ചു വെക്കാണ്. ഇനി നമുക്കൊരു മസാല വേണം. ഇത് ഞാൻ മുമ്പ് ഒരു മസാല ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന്റെ ലിങ്ക് ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. അപ്പൊ അതിന്റെ ടൈം കളയുന്നില്ല. അപ്പൊ അതിൽ നിന്ന് സ്വല്പം ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിട്ട് അതിലേക്ക് ഒരു പൊട്ടറ്റോയും ഒരു കൈപ്പിടുത്തം മല്ലിയില എടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചതാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു അതിനൊരു ആഫാക്കിയിട്ട് പിന്നെ അത് ഇതൊരു ലിക്വിഡാണ്, മൈദപ്പൊടിന്റെ ലിക്വിഡാണ്. ഞാൻ പിന്നീട് എന്തിനാണെന്ന് പിന്നെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ മൈദപ്പൊടിയിൽ തന്നെയാണ് ഞാനിത് പരത്തി റെഡിയാക്കുന്നത്. ഒരു റെക്ടാങ്കിൾ മോഡലാണ് ഇത് പരത്തിയിട്ടുള്ളത്. ഇനി നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള മസാല നിങ്ങൾക്ക് ഏകദേശം ഒരു കട്ട്ലറ്റിന്റെ മോഡലുള്ള ഒരു മസാലയാണ്. അതിന്റെ ലിങ്ക് നിങ്ങൾ നോക്കിയാലും മനസ്സിലാവും. സമൂസ മസാലയിൽ ഇനി പൊട്ടറ്റോ ഇട്ടിട്ട് അങ്ങനെ ആക്കിയാലും മതി. ചിക്കന്, ബീഫ്, ഫിഷ് ഏതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇത് ഇതേപോലെ ഇങ്ങോട്ട് കംപ്ലീറ്റ് ചുരുട്ടുക. ഇതിന്റെ മസാലയുടെ ലിങ്ക് ഞാൻ ഇതിലിടുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ഇതേപോലെ ചുരുട്ടിയിട്ട് എന്റെ ഭാഗം ഒന്നുകൂടി അമർത്തി ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഒന്നിങ്ങനെ കൈകൊണ്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. ഈ ഒരു ടൈപ്പിൽ അധികം ഓവറായിട്ട് പ്രസ് ചെയ്ത് ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ എണ്ണ നല്ലോണം ചൂടാക്കാൻ ഞാൻ അവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. ആ ലിക്വിഡ് എന്തിനാണെന്നുള്ളത് ഞാനിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു കോർണർ ഇങ്ങനെ കട്ട് ചെയ്തൊരു മുത്തപ്പക്ക് മുറിക്കുന്ന ഒരു കത്തിയാണ്. ഇതേപോലെ ട്രയാങ്കിൾ മോഡൽ ഇങ്ങനെ മുറിക്കുക. അപ്പൊ ഇതിന്റെ ഉൾഭാഗം ഇങ്ങനെ എതള് പോലെ ഉണ്ടാവും. ഈ സമൂസന്റെ മസാലയിൽ നിൽക്കും, ഒരു 2-3 ലെയറായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ 2 സൈഡിലെ ആ മസാല പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ മൈദപ്പൊടി സ്വല്പം വെള്ളത്തിൽ കലക്കിയിട്ട് ഉള്ളത്. ഇനി മുട്ട പൊട്ടിച്ചിട്ട് കോഴിമുട്ടയിലും നമ്മൾ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാകുന്നല്ലോ, ജസ്റ്റ് ഒന്ന് മുക്കി ആക്കിയാലും മതി. പക്ഷെ നിങ്ങൾ സൗകര്യം പോലെ ചെയ്യും. ഇതേപോലെ എടുത്തിട്ട് അതിന്റെ ഈ 2 സൈഡ് ഭാഗം ജസ്റ്റ് ഒന്ന് അതിൽ മുക്കുക. എന്നിട്ട് നേരെ ചൂടുള്ള എണ്ണയിലേക്ക് അങ്ങോട്ട് ഇടുക. പിന്നെ ബാക്കിയൊക്കെ നമ്മളെ സമൂസ പൊരിക്കുന്ന അതേ രീതിയിൽ തന്നെ ഇത് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഒന്ന് തട്ടാതെ നോക്കണം. ചിലപ്പോൾ ആ ലിക്വിഡുള്ള ഭാഗം നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒട്ടി ഇങ്ങനെ പിടിച്ചു നിൽക്കും, പിന്നെ പ്രയാസമായിരിക്കും. അപ്പൊ ഇതിനനുസരിച്ച് ഇതേപോലെ നമ്മളൊന്ന് ഒരു ചട്ടാൻ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പൊ ചൂടായി തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒട്ടിപ്പിടിക്കൂല. ഹൈ ചൂടിൽ വെക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ ഒരു ലെയറായിട്ടുണ്ടാവും, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതാണ് സംഭവം. അപ്പൊ ഞാനിത് മറിച്ചിടാൻ പോവാണ്. ഇതിൽ മൈദപ്പൊടി മുക്കിയിട്ടില്ലെങ്കിൽ ഈ മസാല ചിലപ്പോൾ പുറത്തേക്ക് പോകും, അതിനാണത് മുക്കുന്നത്. ഏകദേശം സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി അത് പുറത്തേക്ക് എടുത്ത് വെക്കാണ്. റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കച്ചപ്പ് കൂട്ടി കഴിക്കുക. വെറുതെ കഴിച്ചാൽ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.